വായിക്കുന്നതിന് മുമ്പ് ഇന്നലെ നമ്മളൊരു 7 കടലുകളുടെ കാര്യം പറഞ്ഞു. അത് ഭൂമിയിലുള്ള കടലുകളല്ല. കാരണം ഭൂമിയിലുള്ള 7 സമുദ്രങ്ങളിലും ഉപ്പുവെള്ളമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പുരാണങ്ങളിലുള്ള വർണ്ണനയാണ്. 7 ദ്വീപുകളുടെ പേര് പറയാം. ജംബൂദ്വീപം, പ്ലക്ഷദ്വീപം, ശാൽമലി ദ്വീപം, കുശദ്വീപം, ക്രൗഞ്ചദ്വീപം, ശാഖദ്വീപം, പുഷ്കരദ്വീപം. ഇനി ഈ ഓരോ ദ്വീപുകളുടെയും വിസ്തീർണം എങ്ങനെയാണ്? ആദ്യം പറയപ്പെട്ട ദ്വീപിൻ്റെ ഇരട്ടി വിസ്തീർണമാണ് പിന്നീട് പറയപ്പെട്ടിട്ടുള്ള ഓരോ ദ്വീപിനും ഉള്ളത്. ഓരോ ദ്വീപിനെയും ചുറ്റി ഓരോ സമുദ്രം, ആ സമുദ്രത്തെ ചുറ്റി അടുത്ത ദ്വീപ്, അതിനെ ചുറ്റിയ അടുത്ത സമുദ്രം. ഇങ്ങനെയാണ് ഈ ദ്വീപുകളുടെയും സമുദ്രങ്ങളുടെയും ഘടന. ഇപ്പോൾ ഭൂമിയെ ചുറ്റി ലവണജലമാണ്, അതായത് ഉപ്പുവെള്ളം നിറഞ്ഞ കടലാണ്. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ദ്വീപായ ദ്വീപിനെ ചുറ്റിയുള്ളത് കരിമ്പിൻ ചാറ് നിറഞ്ഞ കടലാണ്. മൂന്നാമത്തെ ദ്വീപ് ശാൽമലി ദ്വീപാണ്. അതിനെ ചുറ്റിയുള്ള കടലിൽ മദ്യമാണ് നിറഞ്ഞു നിൽക്കുന്നത്. നാലാമത്തേത് കുശദ്വീപം, ആ ദ്വീപിനെ ചുറ്റി നെയ്യ് നിറഞ്ഞ കടലാണ്. അഞ്ചാമത്തേത് ക്രൗഞ്ചദ്വീപം, ക്രൗഞ്ചദ്വീപിനെ ചുറ്റിയുള്ളത് പാലാഴിയാണ്, പാൽക്കടൽ. അത് കഴിഞ്ഞിട്ട് ആറാമത്തെ ദ്വീപ് ശാഖദ്വീപമാണ്, അതിനെ ചുറ്റി തൈര് കടലാണ്. ഏഴാമത്തേതും അവസാനത്തേതുമായ ദ്വീപ് പുഷ്കരദ്വീപാണ്, അതിനെ ചുറ്റി ശുദ്ധജലം നിറഞ്ഞ കടലാണ്. ഈ ലോകത്ത് കാണാൻ പറ്റുമോ? പ്യുവർ വാട്ടർ, ശുദ്ധജലം നിറഞ്ഞ ഒരു കടൽ, അങ്ങനെ ഒന്ന് ഭൂമിയിലില്ല. ഇവിടെ ഉള്ളത് മുഴുവൻ ഉപ്പുവെള്ളം നിറഞ്ഞ കടലുകളാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭൂമിയിലില്ല, പക്ഷേ പുരാണങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. നമ്മൾ എവിടെയാണ് നിർത്തിയത്? പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയ വിഭശ്ചിത്ത്, അദ്ദേഹം അത്യന്തം അഹങ്കാരിയായ ഒരു മകരമത്സ്യത്താൽ വിഴുങ്ങപ്പെട്ട് പിന്നീട് അതിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നു. അത് ഛർദ്ദിച്ചു, കാരണം അതിന് ഇദ്ദേഹത്തെ ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ മകരമത്സ്യം വളരെ ദൂരം നീന്തി പാലാഴിയിൽ ചെന്നെത്തി. ആ പാലാഴിയിലാണ് ഈ വിഭശ്ചിത്ത് രാജാവിൻ്റെ ഒരു രൂപത്തെ, 4 പേരുണ്ടല്ലോ, അതിൽ പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയ ആളിനെയാണ് മകരമത്സ്യം വിഴുങ്ങിയത്. അത് പാലാഴിയിൽ ചെന്നെത്തി ഇദ്ദേഹത്തെ അവിടെ ഛർദ്ദിച്ചു. അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും മുമ്പോട്ട് യാത്ര ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം പറയുന്നില്ല. ദക്ഷിണ ദിക്കിലേക്ക് പോയ ആളിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അത് നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. ദക്ഷിണോ യക്ഷനഗരേ സംപ്രേക്ഷ്യേക്ഷുരസാർണവേ ശിക്ഷാ ദക്ഷിണയാ ക്ഷിപ്യ യക്ഷിണ്യാ കാമുകീകൃതഃ. ദക്ഷിണദേശത്തിലേക്ക് പോയ ആ രാജാവിൻ്റെ, അദ്ദേഹം ചെന്നെത്തിയത് യക്ഷനഗരത്തിലാണ്, യക്ഷന്മാരുടെ നഗരം. അതെവിടെയാണെന്ന് ചോദിച്ചാൽ ഈ കരിമ്പിൻ ചാറ് നിറഞ്ഞ ഒരു കടലുണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെയാണ് യക്ഷന്മാരുടെ നഗരം. ആ നഗരത്തിൽ ചെന്നെത്തിയ ശിക്ഷാ ദക്ഷിണയാക്ഷിപ്യ, മറ്റുള്ളവരുടെ മനസ്സിനെ വശീകരിക്കാൻ കഴിവുള്ള ഒരു യക്ഷിണി അഥവാ യക്ഷസ്ത്രീ. ആ യക്ഷസ്ത്രീ ഈ രാജാവിൻ്റെ സൗന്ദര്യത്തിലും വീര്യത്തിലുമൊക്കെ ഭ്രമിച്ച് അദ്ദേഹത്തെ പ്രേമിച്ചു. അങ്ങനെ ഇയാൾ അവരുടെ കാമുകനായി തീർന്നു. അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കാം. പൂർവോ മകരമാക്രമ്യ യഥാ ഗംഗാം നികൃത്തവാൻ ഗംഗയാ സതദാനീയ കാന്യകുബ്ജേ സമുജ്ജിതഃ. ഇനി കിഴക്കോട്ട് പോയ ആൾ, പൂർവ്വദിക്കിലേക്ക് പോയ ഒരാൾ മകരത്തെ ആക്രമിച്ചു. അത് മകര മത്സ്യമാണോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മുതലയാണോ? രണ്ടർത്ഥമുണ്ട് മകരം എന്നുള്ള വാക്കിന്. ഒരു മകരത്തെ ആക്രമിച്ച് ഗംഗയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി. അതായത്
രണ്ടുപേര് തമ്മിൽ ശണ്ട കൂടുമ്പോൾ ഗംഗയുടെ സ്വതന്ത്രമായ ഒഴുക്ക് തടസ്സപ്പെടും. അങ്ങനെ ഗംഗയുടെ ഒഴുക്കിനെ ഈ മകരമത്സ്യത്തെ ആക്രമിക്കുന്നതിലൂടെ തടസ്സപ്പെടുത്തിയത് കൊണ്ട് ഗംഗയാ സതദാനീയ, ഗംഗ ഈ രാജാവിനെ ഒഴുക്കിക്കൊണ്ടുപോയി കാന്യകുബ്ജേ സമുജ്ജിത, കാന്യകുബ്ജത്തിലെത്തിച്ചു. അത് പുരാതന നഗരമാണ്, ഒരു ദേശമാണ് കാന്യകുബ്ജം. അങ്ങനെ പേരുള്ള ഒരു സ്ഥലം ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. അതിന് കനൂജ് എന്നാണ് പറയുന്നത്. കാന്യകുബ്ജ ദേശം അത് ഉത്തരേന്ത്യയിൽ എവിടെയാണ്, അറിയാമോ എവിടെയാണെന്ന് കൃത്യമായിട്ട്? കന്യാകുബ്ജം. അത് തന്നെ, കന്യാകുബ്ജം തന്നെയാണ് കനൂജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഈ ഭൂമിയിലുള്ള സ്ഥലമല്ല, എന്നാലും ഈ പുരാണങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ള സ്ഥലപ്പേരുകൾ നമ്മുടെ ദേശത്തിലുള്ള നഗരങ്ങൾക്കും ഒക്കെ പേരായിട്ട് നൽകി, അത്രയേ ഉള്ളൂ. അപ്പോൾ കാന്യകുബ്ജത്തിൽ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു ഗംഗ. അർത്ഥവും കൂടെ വായിച്ചു പോവാം. തൃതീയസ്യ ഉദന്തമാഹ, മൂന്നാമത്തെ ആൾ, അതായത് കിഴക്കോട്ട് പോയ ആളിൻ്റെ കഥയാണ് ഇനി പറയുന്നത്. പൂർവദിശി പ്രവൃത്തഃ വിപശ്ചിതേ ഗംഗാ സഹസ്രമുഖ സംഭേദാൻ ക്രമേണ പശ്യൻ യഥാ ക്വചിൻ മകരം ഗ്രസിതുകാമ ബലാദാക്രമ്യ തസ്യോദ്ധാരായ ഗംഗാമാനീയ നികൃത്തവാൻ വിദാരിതവാൻ തദാ സ വിപശ്ചിത് ഗംഗയാ പരാവൃത്യാനീയ കാന്യകുബ്ജേ നഗരേ സമുജ്ജിതഃ ത്യക്തഃ. പൂർവ്വദിക്കിലേക്ക് പോയ ആള് ഗംഗയുടെ പല ഭാഗങ്ങളിലൂടെയും സഞ്ചരിച്ച് അങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു മകരത്തെ കണ്ടു. അതിനെ പിടിക്കാനായി ഗംഗയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി. എന്നിട്ട് ആ മകര മത്സ്യത്തെയോ അല്ലെങ്കിൽ മുതലയെയോ അദ്ദേഹം കൊന്നു. അത് കഴിഞ്ഞിട്ട് ഗംഗയുടെ ഒഴുക്കിൽപ്പെട്ട് അല്ലെങ്കിൽ ഗംഗാനദി ഇദ്ദേഹത്തെ കാന്യകുബ്ജം അല്ലെങ്കിൽ കന്യാകുബ്ജം എന്നുള്ള നഗരത്തിൽ ആ ഗംഗാപ്രവാഹം ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചു. ഇനി നാലാമത്തെ ആളിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഉത്തരദിക്കിലേക്ക് പോയ ആ രാജാവ്, അദ്ദേഹത്തിന് എന്തൊക്കെയാണ് അനുഭവം എന്ന് ചോദിച്ചാൽ, ഉത്തരസ്തൂത്തരഗുരൂനാരാധ്യ പ്രാപ്തവാൻ ശ്രിയം തം തയൈനം ന ബാധന്തേ ദിഗന്തേ മൃതഭീതയഃ. വടക്ക് ദിക്കിലേക്ക് പോയ ആൾ, അദ്ദേഹം എത്തിയത് ഉത്തരഗുരു എന്ന് പറയുന്ന രാജ്യത്തിലാണ്. ഉത്തരഗുരൂൻ ലക്ഷണയാ ഉത്തരഗുരുഷു. ഇതൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തുള്ള കാര്യങ്ങളല്ല, ഭൂമിയിലുള്ള കാര്യങ്ങളല്ല. ആ ഉത്തരഗുരു എന്ന പേരോട് കൂടിയ നഗരത്തിലെത്തി ദേവ്യാസഹ ക്രീഡന്തം ഈശ്വരമാരാധ്യ, പാർവതീദേവിയോടുകൂടി കളിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പരമേശ്വരനെ ആരാധിച്ചിട്ട് ശ്രിയം അണിമാദ്യൈശ്വര്യം പ്രാപ്തവാൻ. പരമശിവനെ ആരാധിച്ചതുകൊണ്ട് അണിമ തുടങ്ങിയ അഷ്ടമഹാസിദ്ധികളും അദ്ദേഹം കരസ്ഥമാക്കി. അതയേവ തമേനം വിപശ്ചിതം തയൈവ ശ്രിയ ദിഗന്തേ പ്രസൃതമപി. അങ്ങനെ ആ വിപശ്ചിത്ത് ഈശ്വരകാരുണ്യം കൊണ്ട് കിട്ടാൻ പ്രയാസമുള്ള സിദ്ധികളെ കരസ്ഥമാക്കി അദ്ദേഹത്തിൻ്റെ ഐശ്വര്യം ദിഗന്തങ്ങളിൽ വ്യാപിച്ചു, വളരെ പ്രശസ്തനായി. പ്രസൃതമപി മൃതം മരണം തത്പ്രയുക്ത ഭീതയോ ന ബാധന്തെ. അദ്ദേഹത്തെ മരണഭയം ഒരിക്കലും ബാധിച്ചിരുന്നില്ല. മരണത്തെ ഒരിക്കലും അദ്ദേഹത്തിന് ഭയമില്ലായിരുന്നു. ഇനി എന്തു പറയുന്നു എന്ന് ചോദിച്ചാൽ, തയാ ശ്രിയൈവ മൃതം മരണം തത്പ്രയുക്ത ഭീതയോ ന ബാധന്തെ അമരോ ഭൂതിത്യർത്ഥ. മരണഭയം അദ്ദേഹത്തിന് നഷ്ടമായി എന്നതുകൊണ്ട്
ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അമരനായി തീർന്നു എന്നാണ്. അതായത് ഒരു ദേവനായി മാറി. ഭഗവാനെ ആരാധിച്ച് അദ്ദേഹത്തിൻ്റെ കൃപയ്ക്ക് പാത്രമായതുകൊണ്ട് ആ ദേവത്വം എന്നുള്ള സ്ഥിതി അദ്ദേഹത്തിന് ലഭിച്ചു. തയാ മകരമാതംഗ നികീർണോദ്ഗീർണമൂർത്തിമാൻ അതിചക്രാമ സുബഹൂൻ ദ്വീപാന്തരകുലാചലാൻ. ഈ അമരത്വം നേടിയ അദ്ദേഹം വളരെ ഐശ്വര്യത്തോടുകൂടി പല ദ്വീപുകളെയും താണ്ടി പല കുലപർവ്വതങ്ങളെയും അതിക്രമിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇനി പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയ ആൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെയും തുടങ്ങുകയാണ്. ഒരു സംഭവം പറഞ്ഞു, പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയ ആളിൻ്റെ കാര്യം. അയാളെയാണ് ഒരു മകരമത്സ്യം വിഴുങ്ങി അവസാനം പാലാഴിയിൽ കൊണ്ട് അദ്ദേഹത്തെ ഛർദ്ദിച്ചത്. അദ്ദേഹത്തിൻ്റെ കഥ അവിടെ തീരുന്നില്ല. പശ്ചിമ പൃഷ്ഠമാരോപ്യ ഹേമചൂടേന പക്ഷിണ കുശദ്വീപേ കുശാംഗശ്രീസ്തരസ താരതോർണവാൻ. ഈ പശ്ചിമ ദിക്കിലേക്ക് പോയ ഒരാൾ, ആ രാജാവുണ്ടല്ലോ, അദ്ദേഹം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഹേമചൂടൻ എന്ന പേരോടുകൂടിയ പക്ഷിയുടെ പുറത്ത് കയറി. ഈ ഹേമചൂടൻ ആരാണെന്ന് ചോദിച്ചാൽ ഗരുഡൻ എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ. ആ ഗരുഡൻ്റെ പുറത്ത് കയറി കുശദ്വീപേ കുശാംഗശ്രീ സ്തരസാ താരതോർണവാൻ. കുശദ്വീപത്തിലെത്തി അവിടെ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം അദ്ദേഹം നയിച്ചു. പിന്നെ മറ്റ് സമുദ്രങ്ങൾ ഓരോന്നായി അദ്ദേഹം താണ്ടിക്കടന്നു. ഹേമചൂടേന ഗരുഡേനേതിയാവത് കുശദ്വീപേഹി കുശസ്തംഭേ സ്ഥിത ഗരുഡ. കുശം എന്ന് പറഞ്ഞാൽ ഈ ദർഭപ്പുല്ല് എന്നാണ് അർത്ഥം. കുശപ്പുല്ല് എന്ന് പറയും, ദർഭപ്പുല്ല്. ആ ദർഭപ്പുല്ല് ധാരാളം വളർന്നു നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ടാണ് അതിന് കുശദ്വീപം എന്ന പേര് സിദ്ധിച്ചത്. അവിടെ ഒരു കുശപ്പുല്ലിൻ്റെ താഴെ പൂജ ചെയ്തുകൊണ്ടിരുന്ന ഗരുഡന് ഗരുഡഹ പൂജാദിന പ്രസാദിത. അവിടെയാണ് ഗരുഡൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അദ്ദേഹത്തെ വേണ്ടവണ്ണം പൂജിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസാദത്തിന് പാത്രീഭൂതനായി തദ്വീപം അർണവാംശ്ച താരയതീതി പ്രസിദ്ധി. ആ ഗരുഡൻ്റെ പുറത്ത് കയറി അദ്ദേഹം അനേകം ദ്വീപുകളെയും സമുദ്രങ്ങളെയും തരണം ചെയ്തു. സ്വർണമയ കുശസ്യേവ അംഗശ്രീഹി ദേഹകാന്തര്യസ്യ. ഗരുഡൻ്റെ നിറമെന്ന് പറയുന്നത് സ്വർണ്ണവർണ്ണമാണ്. അത് ഈ കുശദ്വീപിൽ കഴിയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെയുള്ള ദേഹകാന്തി ലഭിച്ചത് എന്ന് വ്യാഖ്യാതാവ് പറയുന്നു. ക്രൗഞ്ചദ്വീപാചലേ പൂർവോ നികീർണോ രക്ഷസാവനേ തദ്രക്ഷ പാടിതം തേന ഹൃദയേന്ദ്രവികർത്തനൈഹി. ഇനി കിഴക്ക് ദിക്കിലേക്ക് പോയ ആൾക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തെ കാട്ടിൽ വെച്ച് ഒരു രാക്ഷസൻ വിഴുങ്ങിയപ്പം ഇദ്ദേഹം ആ രാക്ഷസൻ്റെ വയറ്റിലെത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ കുടൽമാല വലിച്ചു കീറി ഈ രാജാവ് പുറത്തു വന്നു. അദ്ദേഹത്തിൻ്റെ വയറ് ഭേദിച്ച് പുറത്തു വന്നു. തദ്രക്ഷ പാടിതം തേന ഹൃദയേന്ദ്ര വികർത്തനേഹി. അപ്പോൾ ഇവർ അത്ര പെട്ടെന്നൊന്നും ചാവുന്ന ഇനമല്ല ഈ 4 പേരും. ആരൊക്കെ എത്ര പ്രാവശ്യം വിഴുങ്ങിയാലും അതിന് ആ ബുദ്ധിമുട്ടുകളെല്ലാം അതിജീവിച്ച് ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നാണ്. ഇനി തെക്ക് ദിക്കിലേക്ക് പോയ ആളിൻ്റെ, ദക്ഷിണദേശത്തിലേക്ക് യാത്രയായ ആളിൻ്റെ മറ്റൊരനുഭവം പറയുകയാണ്. ദക്ഷിണോ ദക്ഷശാപേന യക്ഷതാമാഗതഃ ക്ഷണാത് ശാകദ്വീപേ ശതേനാസൗ വർഷാണാം മോക്ഷമാഗതഃ. തെക്ക് ദിക്കിലേക്ക് പോയ ആൾ ദക്ഷപ്രജാപതി, പാർവതിയുടെ അച്ഛൻ, സതീദേവിയുടെ അച്ഛൻ, അദ്ദേഹമാണ് ദക്ഷപ്രജാപതി. ഈ ദാക്ഷായണിയാണ് അടുത്ത ജന്മത്തിൽ ഹിമവാന്റെ മകനായി പാർവതിയായി
ജനിച്ചത്. ആ പാർവതിയുടെ അച്ഛനല്ല, ദാക്ഷായണിയുടെ അച്ഛനായ ദക്ഷപ്രജാപതിയുടെ ശാപം കാരണമായി. അദ്ദേഹം എന്തിനാണ് ഇദ്ദേഹത്തെ ശപിച്ചത് എന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. ദക്ഷൻ്റെ ശാപം കാരണമായി യക്ഷനായി മാറി. ആര്? ആ തെക്ക് ദിക്കിലേക്ക് പോയ ആൾ. ശാകദ്വീപേ ശതേനാസൗ വർഷാണാം മോക്ഷമാഗതഃ. അദ്ദേഹം ശാകദ്വീപിലാണ് വസിച്ചിരുന്നത്. അങ്ങനെ നൂറ്റാണ്ടുകളുടെ ഒടുവിൽ അദ്ദേഹം മോക്ഷത്തെ പ്രാപിച്ചു. ഒരുത്തനെങ്കിലും രക്ഷപ്പെട്ടല്ലോ. അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനത്തിലൂടെയുള്ള മോക്ഷമല്ല, ശാപത്തിൽ നിന്ന് മോക്ഷം ലഭിച്ചു എന്നാണ്. യക്ഷനായി തീരട്ടെ എന്ന് ദക്ഷൻ ശപിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ ദക്ഷശാപത്തിൽ നിന്ന് അദ്ദേഹം മുക്തനായി. വീണ്ടും വടക്ക് ദിക്കിലേക്ക് പോയ ആളിൻ്റെ കഥയാണ് പറയുന്നത്. ഉത്തരസ്തരസോത്തീർണ താരാവര തരംഗിണഃ മഹാർണവ സുവർണോർവ്യാം സിദ്ധശാപാച്ഛിലാം ഗതഃ. ഉത്തരദിക്കിലേക്ക് പോയ ആൾ പല നദികളെയും സമുദ്രങ്ങളെയും ഒക്കെ കടന്ന് മഹാർണവ സുവർണോർവ്യാം മഹാസാഗരത്തെ കടന്ന് സ്വർണമയമായ ഒരു ഭൂപ്രദേശത്ത് എത്തിച്ചേർന്നു. മുഴുവൻ സ്വർണമാണ്, മണ്ണും കല്ലും എല്ലാം സ്വർണം. അങ്ങനെ സ്വർണമയമായ ഒരു ഭൂപ്രദേശത്ത് എത്തിച്ചേർന്നിട്ട് സിദ്ധശാപാത് ശിലാം ഗതഃ. അവിടെയുള്ള ഒരു സിദ്ധൻ്റെ ശാപം കാരണമായിട്ട് ശിലയായി മാറി, കല്ലായിത്തീർന്നു. ഇപ്പം ഈ പോണ സ്ഥലത്ത് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഈ ശാപം കിട്ടത്തില്ല. ഈ പോണ സ്ഥലത്ത് പോക്കിരിത്തനം കാണിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ദുരവസ്ഥ ഉണ്ടാകുന്നത്. ഇപ്പം ആ കാര്യങ്ങളൊന്നും ഇതിൽ വിശദീകരിക്കുന്നില്ല. എന്തായാലും അദ്ദേഹം ശിലയായി മാറി എന്ന് മനസ്സിലാക്കിയാൽ മതി. തരസാ ജവേനൈവ ഉത്തീർണാഹ താരാഹ മഹാന്തഃ അവരാഹ ക്ഷുദ്രാശ്ച തരംഗിണ്യശ്ച. നക്ഷത്രമണ്ഡലങ്ങളെയൊക്കെ കടന്ന് പിന്നെ സമുദ്രങ്ങളെയും കടന്നാണ് ഈ സ്വർണഭൂമിയിലെത്തിയത്. സമുദ്രാശ്ച തരംഗിണോ യേന മഹാർണവസ്യ സ്വാദൂതസ്യ പരതഃ. ഒരു കടൽ, ആ കടലിൽ മുഴുവൻ മധുരജലമാണ് നിറഞ്ഞിരുന്നത്. അതിനെയും താണ്ടി പ്രസിദ്ധായാം സുവർണോർവ്യാം ശിലാത്വം ഗതഃ. വളരെ പ്രസിദ്ധമായ സ്വർണഭൂമിയിൽ എത്തിച്ചേർന്നിട്ട് അവിടെയാണ് ഒരു സിദ്ധപുരുഷൻ്റെ ശാപം കാരണമായി ശിലയായി തീർന്നത്. തതോ വർഷശതേനാസൗ പ്രസാദാജ്ജാതവേദസഃ തേനൈവോന്മോചിതസ്തത്ര സിദ്ധേന രതിമാപ്തവാൻ. അവിടെ 100 വർഷം അങ്ങനെ ശിലയായി കഴിഞ്ഞു. പിന്നീട് അഗ്നിദേവൻ്റെ കൃപ ലഭിച്ചു. അഗ്നിദേവൻ്റെ അനുഗ്രഹം കാരണമായിട്ട് ആ ശാപത്തിൽ നിന്നും മുക്തനായി. സിദ്ധേന രതിമാപ്തവാൻ മനഃപ്രീതിമാപ്തവാൻ. സിദ്ധപുരുഷൻ്റെ പ്രസാദം അദ്ദേഹത്തിന് ലഭിച്ചു. ഒരുപക്ഷെ അഗ്നിദേവൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം. എന്തായാലും അദ്ദേഹത്തിന് ശാപമോക്ഷം ലഭിച്ചു. വർഷാണ്യഷ്ടാവഭൂദ്രാജ നാളികേരനിവാസിനാം പൂർവഃ പരമധർമ്മിഷ്ഠഃ പ്രാപ്തവാൻ പ്രാക്സ്മൃതിം തതഃ. ഇനി വീണ്ടും കിഴക്കോട്ട് പോയ പൂർവ്വദിക്കിലേക്ക് പോയ ആളിൻ്റെ കാര്യമാണ്. അദ്ദേഹം നാളികേരങ്ങൾ ധാരാളം ഉള്ള ഒരു പ്രദേശത്ത് രാജാവായി തീർന്നു. എന്തായാലും അത് നമ്മുടെ കേരളമല്ല, അത് ഉറപ്പാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് കാന്യകുബ്ജത്തിൻ്റെ വടക്ക് ഉള്ള ഒരു ദേശം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വ്യാഖ്യാതാവ്. കനൂജ് അല്ലെങ്കിൽ കന്യാകുബ്ജം അല്ലെങ്കിൽ കാന്യകുബ്ജം, ആ ദേശത്തിന് വടക്ക്. മറ്റ് സ്ഥലങ്ങളിലും ധാരാളം നാളികേര വൃക്ഷങ്ങൾ കാണപ്പെടാമല്ലോ, അതിന് വിരോധമില്ലല്ലോ. അങ്ങനെ നാളികേര നിവാസികൾ, നാളികേരം തെങ്ങ് ധാരാളം വളർന്നു നിൽക്കുന്ന ഒരു ഭൂപ്രദേശത്തിൻ്റെ രാജാവായി വളരെ കാലം അദ്ദേഹം കഴിഞ്ഞു. പൂർവഃ പരമധർമ്മിഷ്ഠഃ പ്രാപ്തവാൻ പ്രാക്സ്മൃതിം തതഃ. അങ്ങനെ കുറേ കാലം ധർമ്മിഷ്ഠനായി അദ്ദേഹം രാജ്യം ഭരിച്ചു.
അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പൂർവജന്മസ്മൃതി ഉണ്ടായി. എന്ന് പറഞ്ഞാൽ താൻ പണ്ട് വിപശ്ചിത്ത് എന്ന ചക്രവർത്തിയായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഓർമ്മ വന്നു. യേന സിദ്ധേന ശാപോദത്തസ്തേനൈവ ശാപാദുന്മോചിതഃ സൻ മനഃപ്രീതി മാപ്തവാൻ. അത് പറഞ്ഞു കഴിഞ്ഞു. കാന്യകുബ്ജദേശാത് ഉത്തരാം ദിശം ഗതഃ. കന്യാകുബ്ജം എന്ന ദേശത്തിൻ്റെ വടക്കുള്ള ഒരു സ്ഥലത്തിലാണ് ഇദ്ദേഹം രാജാവായി രാജ്യം ഭരിച്ചത്. നാളികേരപ്രധാന ദേശനിവാസിന. അവിടെ കൂടുതലും തെങ്ങുകളാണ് കാണപ്പെട്ടത് ആ ദേശത്തിൽ. അവിടെയാണ് ഇദ്ദേഹം രാജാവായി കുറേ കാലം രാജ്യം ഭരിച്ചത്. പ്രാക്സ്മൃതിം പൂർവോദന്ത സ്മരണം. അത് കഴിഞ്ഞിട്ട് തൻ്റെ പൂർവവൃത്താന്തം എന്ന് പറഞ്ഞാൽ പണ്ട് താൻ വിപശ്ചിത് എന്ന ചക്രവർത്തിയായിരുന്നു. തൻ്റെ ശിരസ് അഗ്നിയിൽ ഹോമിച്ചു. അങ്ങനെ താൻ 4 രൂപങ്ങളായി മാറി. ഇതെല്ലാം അദ്ദേഹത്തിന് ഓർമ്മ വന്നു. കൽപ്പവൃക്ഷവനേ മേരോരുത്തരേപ്സരസാസഹ ഉവാസദശ വർഷാണി നാളികേരഫലാശനഃ. അദ്ദേഹം ആ കേരവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്തിൽ രാജാവായിരിക്കുമ്പോൾ, കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ തെങ്ങാണ്. തെങ്ങിനെയാണ് കൽപ്പവൃക്ഷം എന്ന് പറയുന്നത്. അതായത് കൽപ്പവൃക്ഷം സ്വർഗലോകത്തിലുള്ള ഒരു മരമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ എന്തും പൂർത്തീകരിക്കാൻ കഴിവുള്ള ഒരു വൃക്ഷമാണ് കൽപ്പവൃക്ഷം. അതുപോലെ ഭൂമിയിലുള്ള കൽപ്പവൃക്ഷമാണ് നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ വൃക്ഷമായ തെങ്ങ്. കൽപ്പവൃക്ഷ വനങ്ങളിൽ എന്ന് പറഞ്ഞാൽ തെങ്ങിൻ തോട്ടങ്ങളിൽ, ധാരാളം തെങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്ന ആ തോട്ടങ്ങളിൽ മേരോരുത്തരെ, മഹാമേരുവിൻ്റെ വടക്ക് ദിക്കിൽ ഒരു അപ്സരസ്സോടുകൂടി 10 വർഷം നാളികേരം മാത്രം ഭക്ഷിച്ചു കൊണ്ട് കഴിഞ്ഞു എന്നാണ്. ഒരു അപ്സരസിൻ്റെ കൂടെ. ഓരോരുത്തരുടെ ഈ മായയുടെ കളിയാണ് ഈ കഥയിലൂടെ പറയുന്നത്. ഒരു വ്യക്തി മായ എന്താണെന്ന് അന്വേഷിച്ച് ചെന്നാൽ അയാൾ കൂടുതൽ കൂടുതൽ മായയുടെ പിടിയിൽപ്പെടും. വിചിത്രങ്ങളായ അനുഭവങ്ങൾ അയാൾക്കുണ്ടാകും എന്ന് പറയാൻ വേണ്ടിയാണ്. അധികമില്ല, 2-3 ശ്ലോകങ്ങൾ കൊണ്ട് ഇത് തീരും. അത് കഴിഞ്ഞിട്ട് രാമൻ്റെ ചോദ്യമാണ്. വിഹഗാശ്വാസതത്വജ്ഞഃ ശാൽമലിദ്വീപശാൽമലോ പശ്ചിമഃ പക്ഷിണീനീടേ ക്രീഡയാന്യവസത്സമാഹ. വീണ്ടും പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയ ആളിൻ്റെ കഥയാണ് പറയുന്നത്. അദ്ദേഹം എത്തിച്ചേർന്നത് ശാൽമലി ദ്വീപത്തിലാണ്. വിഹഗാനാം ആശ്വാസേ വശീകരണ വിഷയേ തത്വജ്ഞഃ. പക്ഷികളെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്, പക്ഷികളെ തൻ്റെ അധീനതയിൽ എങ്ങനെ വയ്ക്കാം എന്നുള്ള വിദ്യ പഠിച്ചവനായി, ആ രഹസ്യം മനസ്സിലാക്കിയ ഒരു വ്യക്തിയായി, അതയേവ പ്രാഗ് ഗരുഡേന പൃഷ്ഠമാരോപ്യ അർണവാൻ താരിത ഇത്യുക്തം. ഇതേ വ്യക്തി തന്നെയാണ് നേരത്തെ ഗരുഡൻ്റെ പുറത്ത് കയറി പല സാഗരങ്ങളെയും ദ്വീപുകളെയും തരണം ചെയ്തത്. അതേ വ്യക്തി തന്നെ ഇപ്പോൾ പക്ഷികളെ വശീകരിക്കുന്ന വിദ്യ നല്ലതുപോലെ മനസ്സിലാക്കി. പക്ഷിണ്യാ നീടേ തയാസഹ ക്രീഡയാ ദശസമാഹാന്യവസതിത്യർത്ഥ. ഒരു പെൺപക്ഷിയോടുകൂടി ഒരു പക്ഷിക്കൂട്ടിൽ മറ്റൊരു പക്ഷിയായി 10 കൊല്ലം ജീവിച്ചു എന്നാണ്. എന്തിനാണ് അതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. 10 കൊല്ലം ഒരു പക്ഷിക്കൂട്ടിൽ അദ്ദേഹം കഴിഞ്ഞു. മന്ദരാദ്രൗ മൃദുതലേ മന്ദാരതരുമന്ദിരേ കിന്നരി മന്ദരീ നാംനി ദിനമേകമസേവത. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? മന്ദരപർവ്വതത്തിൻ്റെ മൃദുലമായ താഴ്വരകളിൽ ഒരു വീട്ടിനുള്ളിൽ ഒരു കിന്നര സ്ത്രീയോടുകൂടി, ആ കിന്നര സ്ത്രീയുടെ പേര് മന്ദരി എന്നാണ്. മന്ദരി എന്ന പേരോടുകൂടിയ കിന്നര സ്ത്രീയോടുകൂടി ഒരു ദിവസം അവിടെ കഴിഞ്ഞു. തദനന്തരം മന്ദരാദ്രൗ ഗതം തം പശ്ചിമ വിപ്രശ്ചിതം മന്ദരാദ്രൗ കിന്നരീ ദിനമേകമസേവത. ആ കിന്നര സ്ത്രീ അവരുടെ പരിചരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ദിവസം അവിടെ താമസിച്ചു. ആ സർഗം അവസാനിക്കുകയാണ്.
ക്ഷീരോദവേലാവനകൽപ്പവൃക്ഷഘനാവലീനന്ദനദേവതാഭിः സാർദ്ധം സമാസപ്തതി മത്സരോഭിർനിനായ കാമാകുലിതോധ പൂർവഃ. പിന്നീട് കിഴക്ക് ദിക്കിലേക്ക് പോയ ആളിൻ്റെ കഥയും കൂടെ പറഞ്ഞ് ആ വിവരണം അവസാനിപ്പിക്കുകയാണ്. അഥ പൂർവഃ നാളികേര വനാത്. കിഴക്ക് ദിക്കിലേക്ക് പോയ ആളാണ്. ധാരാളം തെങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തിലെത്തിയത്. അവിടെ അദ്ദേഹം കഴിഞ്ഞിട്ട് ക്ഷീരോദവേലാം ഗതഃ, പാലാഴിയുടെ തീരത്തെത്തി. ഗതഃ സന്നെ തത്രത്യ കൽപ്പവൃക്ഷവനാവലീഷു നന്ദനദേവതാഭിരപ്സരോഭിः സാർദ്ധം കാമാകുലിതഃ സൻ സപ്തതി സമാഹ നിനായ. നാളികേര വൃക്ഷങ്ങൾ ധാരാളം ഉള്ള ആ കൽപ്പവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ നാളികേര വൃക്ഷങ്ങൾ, തെങ്ങുകൾ എന്നർത്ഥം. ആ വനങ്ങളുടെ നടുക്ക് നന്ദനദേവതാഭിഹി, നന്ദനദേവതകളോടൊപ്പം എന്ന് പറഞ്ഞാൽ അപ്സരസ്സുകളിലെ ഒരു വിഭാഗമാണ്. ആ അപ്സരസ്ത്രീകളുമായി പലതരത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങളും അദ്ദേഹം അനുഭവിച്ചു. അങ്ങനെ 70 കൊല്ലം തള്ളി നീക്കി. അതോടുകൂടി ആ സർഗം തീരുകയാണ്. അടുത്തത് 124-ാമത്തെ സർഗമാണ്. ഇനിയുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. ഉറങ്ങുന്നവരൊക്കെ ഒന്ന് ഉഷാറായിരിക്കുക. ഇതുവരെ കഥ കേട്ട് അങ്ങനെ രസിച്ചുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ ഉറങ്ങാനുള്ള സമയമല്ല, റെസ്റ്റ് എടുക്കാനുള്ള സമയമല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സമയമാണ്. രാമൻ്റെ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ 124-ാമത്തെ സർഗം ആരംഭിക്കുന്നത്. അതിൻ്റെ പേര് കൂടെ പറയാം, ദ്വീപാന്തര വർണ്ണനം. ദ്വീപാന്തരങ്ങളെ വർണ്ണിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് ഈ സർഗത്തിൻ്റെ അവസാന ഭാഗത്തിലാണ്. ആദ്യം രാമൻ്റെ ഒരു ചോദ്യത്തിന് വസിഷ്ഠ മഹർഷി മറുപടി പറയുകയാണ്. ശ്രീരാമ ഉവാച. ശ്രീരാമന് ഒരു സംശയം. ഈ കഥയൊക്കെ കേട്ടു. തെക്കോട്ട് പോയവൻ്റെയും വടക്കോട്ട് പോയവൻ്റെയും കിഴക്കോട്ട് പോയവൻ്റെയും പടിഞ്ഞാറോട്ട് പോയവൻ്റെയും കഥയൊക്കെ കേട്ടു. അവർക്ക് നേരിട്ട വിചിത്രങ്ങളായ അനുഭവങ്ങൾ അതെല്ലാം കേട്ടിട്ട് രാമൻ എന്തായിരിക്കും ചോദിക്കുക? രാമൻ്റെ ചോദ്യം എന്തായിരിക്കും? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ഈ കഥയിൽ ചോദ്യത്തിനെന്ത് പ്രസക്തി? ഇതിൽ മനസ്സിലാകാത്ത ഭാഗമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാണ് രാമൻ ഈ കഥയെ അടിസ്ഥാനമാക്കി ഒരു ചോദ്യം ചോദിക്കുന്നത്? നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു പോയിന്റ് ഈ കഥയിലുണ്ട്. ആ പോയിന്റിനെ അടിസ്ഥാനമാക്കിയാണ് ശ്രീരാമൻ്റെ ചോദ്യം. രാമൻ്റെ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാൻ തോന്നിയില്ലല്ലോ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ബുദ്ധിയുള്ളവൻ ചോദ്യം ചോദിക്കുമ്പോൾ ബുദ്ധിയില്ലാത്തവൻ ഈ ചോദ്യം എനിക്കെന്തുകൊണ്ട് ചോദിക്കാൻ തോന്നിയില്ല, ഇങ്ങനെയാണ് എപ്പോഴും സംഭവിക്കുക. ഇപ്പം രാമൻ്റെ ചോദ്യത്തിലേക്ക് കിടക്കാം. ശ്രീരാമ ഉവാച. ഏകസംവിന്മയാ സർവ ഏവൈകവപുഷോപി തേ വിവിധേച്ഛാഃ കഥം ബ്രഹ്മൻ സമ്പന്ന ഏകദേഹിനഃ. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് രാമൻ്റേത്. ഏകസംവിന്മയാ സർവേ ഏവ ഏകവപുഷോപിതേ. ഈ 4 ശരീരത്തിൽ 4 ശരീരങ്ങളായി പിരിഞ്ഞത് ഒരൊറ്റയാളാണ്. സംവിത്ത് എന്ന പേരോടുകൂടിയ ചക്രവർത്തിയാണ് 4 രൂപത്തിൽ പ്രകടമായത്. അപ്പോൾ ഒരാളല്ലേ വാസ്തവത്തിലുള്ളൂ, 4 ശരീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒരേ ബുദ്ധിയോടും അല്ലെങ്കിൽ ഒരേ സംവിത്ത്, ഒരേ ബോധാംശമായിരിക്കുന്ന ഈ 4 പേരും ഒരേ ശരീരത്തോടു കൂടിയായിരുന്നു നേരത്തെ കഴിഞ്ഞിരുന്നത്. അതായത് ആ ചക്രവർത്തിയുടെ രൂപത്തിൽ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ 4 ശരീരങ്ങളായി. ആ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ ഭേദം. ഇങ്ങനെ വാസ്തവത്തിൽ ഒരാൾ തന്നെ 4 ശരീരമായി മാറിയപ്പോൾ ഈ 4 പേർക്കും 4 മനസ്സുണ്ടാവാൻ പറ്റില്ലല്ലോ. ശരീരം 4, മനസ്സൊന്ന്, ബുദ്ധിയൊന്ന്, ജീവഭാവമൊന്ന്. മറ്റെല്ലാ രീതിയിലും ഒന്നായിരിക്കുന്ന ഈ 4 പേർക്ക് എങ്ങനെയാണ് പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായത്, പലതരം അനുഭവങ്ങൾ ഉണ്ടായത്?
ഇതാണ് ശ്രീരാമൻ്റെ ചോദ്യം. ഒരാൾ ദക്ഷിണ ദിക്കിലേക്ക് പോയി, വേറൊരാൾ ഉത്തര ദിക്കിലേക്ക് പോയി. ഇങ്ങനെ 4 ദിക്കിലേക്ക് പോയവർക്ക് 4 വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകാൻ എന്താണ് കാരണം? ആളൊന്നല്ലേ ഉള്ളൂ, 4 ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഇവർക്ക് വൈവിധ്യമേറിയ അനുഭവങ്ങൾ ഉണ്ടായി? ഇവർ വാസ്തവത്തിൽ ഈ 4 പേരും ഒരാൾ തന്നെയല്ലേ, ഒരാളിൻ്റെ പ്രതിരൂപങ്ങളല്ലേ ഈ 4 പേരും? ഇതാണ് ശ്രീരാമൻ്റെ ചോദ്യം. ചതുർണാം ഏകദേഹത്വേ ഏകജീവകത്വേ ച ഭിന്നേച്ഛത്വം അനുപന്നം ഇത് രാമഃ ശങ്കതേ. ഒരേ ആളാണ് 4ആയി പിരിഞ്ഞിരിക്കുന്നത്. 4ആയി കാണപ്പെട്ടാലും അത് വാസ്തവത്തിൽ ഒരു ശരീരമാണ്. കാരണം ആ 4 ശരീരങ്ങളിലും ഉള്ളത് ഒരൊറ്റ ജീവനാണ്. അങ്ങനെയാകുമ്പോൾ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ, വിഭിന്നങ്ങളായ അനുഭവങ്ങൾ ഈ 4 പേർക്കും എങ്ങനെയുണ്ടായി? അവിടെ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ എന്ന് രാമൻ സംശയിക്കുന്നു. ഒരേ മനസ്സ്, ഒരേ പ്രാണൻ, ശരീരത്തിൽ മാത്രമേ ഉള്ളൂ ഭേദം. അപ്പോൾ വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാവാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ വിവരിച്ചത്? ഇങ്ങനെ ഒരു സംശയം രാമൻ്റെ ഉള്ളിൽ ഉദിക്കുന്നു. ഏകസംവിത് ഏകം സാക്ഷി ചൈതന്യം. സംവിത്ത് എന്ന് പറഞ്ഞാൽ സാക്ഷി ചൈതന്യം, ബോധം, ബ്രഹ്മം. ശരീരങ്ങളാണ് 4. ആ 4 ശരീരങ്ങളും എൻ്റേതാണ് എന്ന് അഭിമാനിച്ചുകൊണ്ട് കഴിയുന്ന ജീവൻ ഒന്ന് തന്നെയാണ്. തന്മയാ ഏകസ്യൈവ, ഒരേ ജീവനാണ് 4ആയി പിരിഞ്ഞതുപോലെ കാണപ്പെടുന്നത്. ഏകസ്യൈവ വപുഷഃ ചതുർദ്ധാഭാവാത് ഏകവപുഷശ്ച. 4ആയി കാണപ്പെടുമ്പോഴും വാസ്തവത്തിൽ ഒരാൾ തന്നെയാണ്, ഒരൊറ്റ വ്യക്തിയാണ്. ഒരു ജീവഭാവം മാത്രമേ ആ ശരീരങ്ങളിലുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ഏകഃ ദേഹി ജീവോ യേഷം, ജീവൻ തന്നെ ഒന്നാണ്, ശരീരം മാത്രമേ 4ആയിട്ടുള്ളൂ. തഥാച ജീവഭേദം വിന, ജീവനിൽ ഭേദമുണ്ടെങ്കിൽ, അതായത് പ്രത്യേകം മനസ്സ്, വേറെ വേറെ ബുദ്ധി, അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമല്ലേ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാവാൻ പറ്റും. ഇത് ഒരാൾ തന്നെയാണല്ലോ 4 ശരീരത്തിൽ പ്രകടമായിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഇവർക്ക് വിഭിന്നങ്ങളായ അനുഭവങ്ങൾ ഉണ്ടായി? തഥാച ജീവഭേദം വിന യുഗപദ് ഇച്ഛാഭേദോനുപവന്ന ഇത്യർത്ഥ. പല മനസ്സുകളുണ്ടെങ്കിലേ ഒരേ സമയത്ത് പല ആഗ്രഹങ്ങളും ഉണ്ടാവാൻ പറ്റും. ഒരേ വ്യക്തി, ഒരേ മനസ്സ്, ശരീരത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ അങ്ങ് 4 പേർക്കും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വിവരിച്ചത് ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല, യോജിപ്പിക്കാൻ പറ്റുന്നില്ല. രാമൻ്റെ ചോദ്യം കഴിഞ്ഞു. വസിഷ്ഠ മഹർഷിയുടെ മറുപടിയാണ് ഇനി നമുക്ക് വായിക്കേണ്ടത്. ശ്രീ വസിഷ്ഠ ഉവാച ഏകസംവിദ്ഘനാകാശം അപ്യനാനൈവ സർവഗം സ്വയം നാനേവ സമ്പന്നം സുപ്തേ ചിത്തമിവാത്മനി. ഏകസംവിദ്ഘനാകാശം. നിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാം. അത് മനസ്സിലാക്കിയാൽ നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം തനിയെ നിനക്ക് പിടികിട്ടും. എന്താണ്? രാമ, ഈ പ്രപഞ്ചത്തിൽ ഒരൊറ്റ ബോധമേ ഉള്ളൂ. ഏകസംവിത്ത്. ബ്രഹ്മമെന്ന് പറയുന്നത് ഒന്നാണ്. അതിൽ ഒരു നാനാത്വവുമില്ല, പല ബോധങ്ങളില്ല. ജീവാത്മാവ്, പരമാത്മാവ് എന്ന് നമ്മൾ 2 വാക്ക് പറഞ്ഞാലും ഈ ജീവൻ പരമാത്മാവ് തന്നെ, പരമാത്മാവിൻ്റെ പ്രകടനം തന്നെയാണ് ജീവാത്മാവ്. പിന്നെ നമ്മൾ സദാത്മാവ്, ദുരാത്മാവ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ മനസ്സിൻ്റെ വ്യത്യാസങ്ങളാണ്. നല്ല മനസ്സുള്ള ഒരു വ്യക്തിയെ നമ്മൾ നല്ലവൻ അല്ലെങ്കിൽ സദാത്മാവ് എന്ന് പറയും. ദുഷ്ടമനസ്സാണെങ്കിൽ അയാളെ ദുരാത്മാവ് എന്ന് പറയും. വാസ്തവത്തിൽ ഈ നല്ലത് ചീത്ത തുടങ്ങിയ ഭേദങ്ങൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും തലത്തിലാണ്. ചിത്ത് എന്ന അംശത്തെ മാത്രം അംഗീകരിച്ചാൽ അതിൽ ഒരു തരത്തിലുള്ള ഭേദവുമില്ല. ഇങ്ങനെ ഒന്നായിരിക്കുന്ന സംവിത്ത്
ആകാശം പോലെ വ്യാപിച്ചിരിക്കുന്ന ആ ആത്മതത്വം അല്ലെങ്കിൽ ബ്രഹ്മതത്വം അപ്യനാനൈവ, അത് നാനാത്വത്തെ അംഗീകരിക്കാത്തതാണ്, ഏകമായ സത്യമാണത്. അത് സർവവ്യാപിയുമാണ്, എങ്ങും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ഭേദം അല്ലെങ്കിൽ നാനാത്വം സാധ്യമല്ല. എന്നാൽ ആ ഒന്ന് തന്നെയാണ് സ്വയം നാനേവ സമ്പന്നം, പലതെന്ന പോലെ ആയിത്തീർന്നിരിക്കുന്നത്. അനേകം ജീവന്മാരുടെ രൂപത്തിൽ പ്രകടമായിരിക്കുന്നത് ഒരേ ആത്മതത്വം തന്നെയാണ്. ഇതെങ്ങനെ ഒന്നാണ്? ജീവന്മാർ എന്ന് പറയുന്നത് എല്ലാം ആത്മതത്വമാണ്. ഈ ഒന്നെങ്ങനെ പലതായി? പലതായിട്ടില്ല, പലതെന്ന പോലെ കാണപ്പെടുന്നു. അതാണ് നാനാ ഇവ യൈഹ നാനേവ പശ്യതി എന്ന് ഉപനിഷത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ആരാണോ ഈ ആത്മാവിനെ പലതായി കാണുന്നത് എന്നല്ല ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നത്. ആത്മാവ് എന്നും ഒന്നാണ്. ആ ഒന്നായിരിക്കുന്ന ഏകമായിരിക്കുന്ന ആത്മതത്വത്തെ ആരാണോ പലതെന്ന പോലെ കാണുന്നത്, ആ പോലെ എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ ഈ ആത്മാവിൽ നാനാത്വമില്ല എന്ന് ഗ്രഹിക്കേണ്ടതാണ്. അയാൾ മമ്മൂട്ടിയെപ്പോലെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ മമ്മൂട്ടിയല്ല. പോലെ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി നടക്കുമ്പോൾ മമ്മൂട്ടിയോട് ആരും നിങ്ങൾ മമ്മൂട്ടിയെപ്പോലെ നടക്കുന്നു എന്ന് പറയാറില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ പോലെ എന്നുള്ള വാക്ക് യഹ ഇഹ നാനാ ഇവ പശ്യതി, ആരാണോ ഇവിടെ ഉള്ളതുപോലെ കാണുന്നത്, മൃത്യോസ മൃത്യുമാപ്നോതി, അവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ജനിച്ചു മരിച്ചുകൊണ്ടിരിക്കും. സത്യമറിയാത്തവൻ, അജ്ഞാനി എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. സ്വയം നാനേവ സമ്പന്നം. ഒരാൾ എങ്ങനെയാണ് പലതായി മാറുക? പലത് ഭ്രമതലത്തിൽ മാത്രമേ സാധ്യമാകൂ. ഒന്നായിട്ടിരിക്കുമ്പോൾ അത് പലതായി മാറാൻ പറ്റില്ല. ഇപ്പോൾ ഒന്നായിരിക്കുന്നത് പലതായി എങ്ങനെ മാറുന്നു എന്നുള്ളതിന് സ്വപ്നം തന്നെയാണ് ഉത്തമ ദൃഷ്ടാന്തം. സ്വപ്നദ്രഷ്ടാവ് മാത്രമേ അവിടെയുള്ളൂ. ആ സ്വപ്നദ്രഷ്ടാവ് ഉറക്കത്തിലാണല്ലോ സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിൽ തന്നെ പലതാക്കി മാറ്റുന്നു, താൻ പോലും അറിയാതെ. ഞാൻ അറിയാതെയാണ് എന്നെ സ്വപ്നത്തിൽ പലതും ആക്കി തീർക്കുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ്. അത് ഞാൻ അറിയാതെ സംഭവിക്കുന്ന ഒന്നാണ്. ഇതുപോലെ തന്നെയാണ് ആത്മാവിലും സംഭവിച്ചത്. ആത്മാവ് പോലും അറിയാതെ ആത്മാവ് പലതെന്ന പോലെ ആ മായാശക്തി പ്രവർത്തിച്ചതുകൊണ്ട് പലതായി മാറിയതുപോലെ തോന്നി. ആർക്ക്? പലതായി മാറുന്നത് ജീവന്മാരാണ്. ആ ജീവന്മാരെല്ലാം വാസ്തവത്തിൽ ഏകമായ ആത്മാവാണ്. ആ ഒന്ന് തന്നെ അനേകം ജീവന്മാരെന്ന പോലെയായിത്തീർന്നു. ആ ജീവന്മാർക്ക് അനുഭവിക്കാനുള്ള പ്രപഞ്ചവും ആ സത്യം തന്നെ ആയി മാറി. ഇതൊക്കെ ഭ്രമതലമാണ് എന്നാണ് വസിഷ്ഠ മഹർഷി പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്വയം നാനേവ സമ്പന്നം സുപ്തേ ചിത്തമിവാത്മനി. ഒരു വ്യക്തിയുടെ ഉറക്കത്തിൽ അയാളുടെ തന്നെ മനസ്സ് എങ്ങനെയാണോ നാനാത്വത്തെ ഉള്ളതാക്കി തീർക്കുന്നത്, പലതിനെയും കാണിച്ച് ഭ്രമിപ്പിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ ആത്മാവിലും സംഭവിക്കുന്നത്. ഏകസ്യാപി ജീവസ്യ അവിദ്യയ. ജീവൻ പലതുണ്ട്. ഓരോ ശരീരത്തിലും ഓരോരോ ജീവൻ. ആ ജീവന്മാരിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മനസ്സിലുള്ള വ്യത്യാസമാണ്, മനസ്സിൻ്റെ ഘടനയിലുള്ള വ്യത്യാസമാണ്, അല്ലെങ്കിൽ വാസനകളിലുള്ള വ്യത്യാസമാണ്. ഈ ജീവൻ വാസ്തവത്തിൽ ഒരു ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ജീവനേ ഉള്ളൂ. ആ ജീവൻ ഒന്നാണെങ്കിലും അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം കാരണമായിട്ട് സ്വപ്നേ,
തൻ്റെ സ്വപ്നത്തിൽ നാനാദേഹാദി കൽപ്പന ദർശനാത് പലതരം ശരീരങ്ങളെ ഉള്ളതുപോലെ കാണുന്നു, ഭ്രമിക്കുന്നു. തേഷു ച ശത്രുമിത്രോദാസീന ഭാവകൽപ്പനെ തൻ്റെ മനസ്സ് തന്നെ സൃഷ്ടിച്ച അനേകം രൂപങ്ങളിൽ ചിലതിനെ മിത്രമായും ചിലതിനെ ശത്രുവായും മറ്റ് ചിലരെ ഉദാസീന ഭാവത്തോടും കൂടി കാണുന്നു. സ്വപ്നത്തിൽ എല്ലാം നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. പക്ഷേ അതിൽ തന്നെ ചിലതിനോട് ഇഷ്ടം, ചിലതിനോട് വെറുപ്പ്, ചിലതിനോട് ഒരു ഉദാസീന ഭാവം. എന്തിനെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. സ്വപ്നത്തിലും നമുക്ക് ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ ഉണ്ട്. ഇത് മനസ്സ് രചിക്കുന്ന ഒരു വിഭ്രമം മാത്രമാണ്. ശത്രുമിത്രോദാസീന ഭാവകൽപ്പനെ നാനേച്ഛാത്വ ദർശനാച്ച. ഇതുപോലെ ഈ സ്വപ്നത്തിൽ കാണപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും വിഭിന്നങ്ങളായ ആഗ്രഹങ്ങളുണ്ടാവും. അതും ഈ സ്വപ്നദ്രഷ്ടാവ് അറിയുന്നു. എന്നോടുകൂടി വഴക്കിടുന്ന സ്വപ്നത്തിലെ ശത്രു വാസ്തവത്തിൽ ഞാനാണ്. അയാൾ എന്നെ തെറി വിളിക്കുന്നു, എന്നെ അടിക്കാൻ വരുന്നു, ഉപദ്രവിക്കാൻ വരുന്നു. ഇതെങ്ങനെ? എങ്ങനെയെന്ന് മാത്രം നിങ്ങൾ ചോദിക്കരുത്. മായയുടെ ഉള്ളിൽ എങ്ങനെ, എന്തിന്, ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കരുത്. ചോദിക്കാനുള്ള അവകാശമില്ല. കാരണം എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് യുക്തിയില്ല. യുക്തിയില്ലാതെ വെറുതെ കാണപ്പെടുന്ന ഭ്രമത്തെയാണ് മായ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ രണ്ട് ചോദ്യങ്ങൾ മാത്രം ചോദിക്കരുത്. ഉണർന്നെഴുന്നേറ്റാൽ ഒന്നുമില്ലല്ലോ. എങ്ങനെയെങ്കിലും ഈ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കാനുള്ള വഴി നോക്കൂ. അല്ലാതെ സ്വപ്നത്തിനകത്തിരുന്നു കൊണ്ട് എന്തിന്, എങ്ങനെ, ഈ ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് പ്രയോജനമില്ല. ശത്രുമിത്രോദാസീന ഭാവകൽപ്പനെ നാനേച്ഛത്വ ദർശനാച്ച. സ്വപ്നത്തിലെ വ്യക്തികൾക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങളാണ്. അവർ ഓരോ രീതിയിലാണ് ഈ സ്വപ്നദ്രഷ്ടാവിനോട് പെരുമാറുന്നത്. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതുപോലെ സർഗാദൗ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മണി ജീവേ ജാഗ്രത്യപി ബ്രഹ്മത്തിൽ ജീവഭാവങ്ങൾ പൊന്തുന്നു. ഈ ജീവൻ ജാഗ്രത്തിൽ ഉണർന്നിരിക്കുന്ന വേളയിൽ നാനാത്വത്തെ അനുഭവിക്കുന്നു. താദൃശ കർമ്മസത്വേ സർവസംഭവ ഇത്യാശയേന വസിഷ്ഠ ഉത്തരമാഹ. ബോധം തന്നെയാണ് അനേകം ജീവന്മാരായി പ്രകടമാകുന്നത്. ആ ജീവന്മാരുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങളും വിഭിന്നങ്ങളുമാണ്. ഇതെങ്ങനെ? എല്ലാം ബോധം തന്നെയല്ലേ? എല്ലാം ഒരേ ബോധം തന്നെയാണ്. പക്ഷേ മനസ്സിൻ്റെ ഘടനയിൽ വ്യത്യാസമുണ്ട്. വ്യത്യസ്ത മനസ്സുകളോട് കൂടിയവരാണ് ഈ ജീവന്മാർ. എന്താണ് ഈ മനസ്സ്? മനസ്സ് എന്ന് പറഞ്ഞാൽ മായ എന്നാണ് അർത്ഥം. അവിടെ നിന്ന് അങ്ങോട്ട് ഒരൊറ്റ ചോദ്യം ചോദിക്കരുത്. എന്താണ് ഈ മനസ്സ്? നിങ്ങൾക്ക് നിങ്ങളുടേതായ മനസ്സ്, എനിക്ക് എൻ്റേതായ മനസ്സ്. ഓരോ വ്യക്തിക്കും ഓരോരോ തരത്തിലുള്ള മനസ്സാണ്. ഈ മനസ്സ് എന്ന ഒന്ന് യഥാർത്ഥത്തിൽ ഉണ്ടോ? മനസ്സിന് വാസ്തവികതയില്ലെങ്കിൽ ഈ ജീവന്മാരിൽ കാണപ്പെടുന്ന ഭേദത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പം നമ്മളൊക്കെ വാസ്തവത്തിൽ ഒന്നല്ലേ? പക്ഷേ അത് ഈ മനസ്സാകുന്ന മായ അത്ര പെട്ടെന്ന് അംഗീകരിക്കില്ല. കാരണം ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ മായയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. ഈ ഭേദമുണ്ടാക്കിക്കൊണ്ട് പലതിനെ സത്യമെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ മായ ഈ ലോകത്ത് നിലനിൽക്കുന്നത്. മായയുടെ പ്രവർത്തനം തന്നെ നാനാത്വത്തെ രചിച്ചുകൊണ്ടാണ്. ഇങ്ങനെ അതാത് ജീവന്മാരുടെ കർമ്മവാസനകൾക്കനുസരിച്ച് ജീവന്മാരിൽ ഭേദങ്ങൾ കാണപ്പെടുന്നു. എല്ലാം ഒരേ ആത്മാവാണെങ്കിൽ പോലും ആത്മാവായിട്ട് കൂടിയും. ഇതുപോലെ ആ ഒരേ ഒന്നായിരുന്ന ആ ചക്രവർത്തി 4 രൂപത്തിൽ പ്രകടമായി. ആ 4 പേർക്കും വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ, വിഭിന്നങ്ങളായ അനുഭവങ്ങൾ. അതിനെന്താ?
ഒറ്റ ശ്ലോകം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല വസിഷ്ഠ മഹർഷി ചെയ്യുന്നത്. തസ്യാച്ഛത്വാത് തഥാഭൂതം ആത്മൈവാത്മനി ബിംബതി താദൃശസ്യ തഥാഭൂതൗ മുകുരസ്യേവ നിർമ്മല. തസ്യ അച്ഛത്വാത്, അച്ഛം എന്ന് പറഞ്ഞാൽ നിർമ്മലം, അല്പം പോലും അഴുക്കില്ലാത്തത്, അങ്ങേയറ്റം പരിശുദ്ധം, ഒരു കളങ്കവും ഏശാത്തത്. അങ്ങനെയുള്ളതാണ് ഈ ആത്മതത്വം, ബ്രഹ്മം, ബോധം. അത് അത്യന്തം പവിത്രമാണ്. അതിൽ ഇന്നേ വരെ ഒരു കളങ്കവും ഉണ്ടായിട്ടില്ല. നിശ്ചലമാണത്. സാന്ദ്രമായ ഘനീഭവിച്ച അനുഭവമാണ് ആത്മാവെന്ന് പറയുന്നത്. അതിൻ്റെ അച്ഛത്വം അല്ലെങ്കിൽ നൈർമല്യം കാരണമായിട്ട് തഥാഭൂതം ആത്മൈവ ആത്മനി ബിംബതി, അത് അതിൽ തന്നെ പ്രതിബിംബിക്കുന്നു. അതിൻ്റെ നിർമ്മലത കാരണമായിട്ട്. ഒന്നെങ്ങനെയാണ് അതിൽ തന്നെ പ്രതിബിംബിക്കുക? കണ്ണാടിയിൽ ഒരു വസ്തു പ്രതിബിംബിക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ പ്രതിഫലിക്കാം, വേറെ ഏതെങ്കിലും ഒരു മാധ്യമത്തിലാണ് സാധാരണ വസ്തുക്കൾ പ്രതിബിംബിക്കാറുള്ളത്. ഈ ആത്മാവിൽ അത് തന്നെ പ്രതിബിംബിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശുദ്ധി കാരണം അല്ലെങ്കിൽ നൈർമല്യം കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ അത് പല ജീവന്മാരെന്ന പോലെ പ്രകടമാകുന്നു. അതുപോലെ ജഗത്തായും പ്രകടമാകുന്നു. ഇതൊക്കെ ബോധത്തിൻ്റെ അകത്താണ്. ബോധത്തിൻ്റെ ഉള്ളിലാണ് ഈ കളി മുഴുവൻ നടക്കുന്നത്. എന്തിന് ചോദിക്കരുത്, എങ്ങനെ ചോദിക്കരുത്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒന്ന്, അതിൻ്റെ ഉള്ളിൽ തന്നെ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്, പ്രതിബിംബിക്കുന്നത്? മിണ്ടരുത്. നിങ്ങൾ കടന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള സത്യം മഹർഷിമാർക്ക് പറയേണ്ടി വരും. ഇതൊക്കെ വെറും ഭ്രമമാണ്. ഈ ഒന്ന് അതിൽ തന്നെ പ്രതിബിംബിച്ചു എന്നൊക്കെ പറയുന്നത് തൽക്കാലം എന്തെങ്കിലും ഒരു മറുപടി പറയണമല്ലോ, അതിനു വേണ്ടി മാത്രം. അല്ലാതെ ബോധം എന്നും ബോധമായി തന്നെയാണ് നിലകൊള്ളുന്നത്. അതിൽ ഒരിക്കലും നാനാത്വം യഥാർത്ഥത്തിൽ സാധ്യമല്ല. തസ്യ അച്ഛത്വാത് തഥാഭൂതം ആത്മാ ഏവ ആത്മനി ബിംബതി. ആത്മാവ് തന്നെ ആത്മാവിൽ പ്രതിഫലിക്കുന്നു, നിഴൽ രൂപത്തിൽ പ്രകടമാകുന്നു. അതാണ് ജീവന്മാരും ജഗത്തും. ഇങ്ങനെ ഒന്ന് മൂന്നായി പിരിഞ്ഞു. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരുണ്ടൽബതമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാക എങ്കലിഹ നാരായണായ നമഃ. ഒന്നായത് രണ്ടായി എന്നാണ്. വാസ്തവത്തിൽ രണ്ടല്ല, മൂന്നായി. പിന്നെ എന്തുകൊണ്ട് എഴുത്തച്ഛൻ രണ്ടായി എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ബോധത്തിൽ ആദ്യം പൊന്തിയത് ജീവഭാവമാണ്. ഞാൻ ദ്രഷ്ടാവാണ്, ഞാനൊരു വ്യക്തിയാണ്. ഈ അഹങ്കാരമാണ് ആദ്യം ബോധത്തിൽ നിന്ന് ഭ്രമരൂപത്തിൽ പൊന്തിയത്. ആ അഹങ്കാരത്തിൻ്റെ മുന്നിലാണ് ദൃശ്യം ഉള്ളതുപോലെ കാണപ്പെടുന്നത്. അതുകൊണ്ട് ദൃശ്യത്തിനാസ്പദം ദ്രഷ്ടാവാണ്. ആ ദ്രഷ്ടാവാണ് ദൃശ്യങ്ങൾക്ക് അതീതമായ ബോധത്തിൽ നിന്ന് ആദ്യം പൊന്തിയത്. അപ്പോൾ ഒന്ന് ആദ്യം രണ്ടായി. ആ രണ്ടാമത് പൊന്തിയ അല്ലെങ്കിൽ ബോധഭിന്നമായി പൊന്തിയ ജീവൻ്റെ മുമ്പിലാണ് ജഗത്ത് പ്രകാശിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ രണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ. ബ്രഹ്മത്തിൽ നിന്ന് ആദ്യം പൊന്തിയത് ജീവഭാവമാണ്. ആ ജീവനാണ് ജഗത്തിനെ സത്യം എന്ന് കരുതി ഭ്രമിക്കുന്നത്.